അതായത് നമ്മൾ ഓപ്ഷൻ ചെയിൻ അനാലിസിസിനെ പറ്റിയാണ് ഈ കഴിഞ്ഞ ഇതിൽ നമ്മൾ ചെറുതായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് നമുക്ക് ഇത് എൻ എസ് സിയുടെ സൈറ്റാണ്. ഇവിടെ നമുക്ക് എടുക്കാം. അപ്പോൾ എൻ എസ് സിയുടെ സൈറ്റിൽ നിന്ന് നമുക്കിത് എടുക്കാൻ സാധിക്കുന്നതാണ്. കണ്ടോ, അപ്പോൾ ഇതിനകത്ത് കോളും ഉണ്ട് പുട്ടും ഉണ്ട്, രണ്ടെണ്ണം. അപ്പം പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് കുറച്ച് ഡേറ്റാസ് ഫ്രീ ആയിട്ട് തരുന്ന പല സൈറ്റുകളുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം ട്രസ്റ്റഡ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഇത് നമുക്ക് യൂസ് ചെയ്യാനാണ്. കണ്ടോ, ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു സൈറ്റാണ്. അപ്പോൾ ഈ സൈറ്റിൽ നമുക്ക് വേണ്ട സിമ്പിൾ ഏതാണ്, ബാങ്ക് നിഫ്റ്റിയാണ് കൂടുതലായിട്ട് നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റി സെലക്ട് ചെയ്തു. ബാങ്ക് നിഫ്റ്റി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള ഡീറ്റെയിൽസ് കിട്ടുക. അതായത് മറ്റേ ഇതിൻ്റെ അകത്ത് കണ്ട ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കണ്ട ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നോക്കിയോ, അതായത് ഇവിടെ ഇത് കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റും പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റുമാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇത് ഗ്രീനും റെഡുമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ, അതായത് ഇതാണ് കോളിൻ്റെ ഇത് ഗ്രാജുവലായിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് കോള് കൂടുമ്പോൾ പുട്ട് കുറയുന്നു. അപ്പോൾ ഈ കോളിൻ്റെ പുട്ട് കൂടുമ്പോൾ ഇവിടെ കോള് കുറഞ്ഞു വന്നു. അപ്പോൾ ഇതിങ്ങനെ ഗ്രാജുവലായിട്ട് നമുക്ക് ഇതിൻ്റെ അത് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു പിക്ചർ കിട്ടും. അപ്പോൾ അതായത് ഈ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ മാർക്കറ്റ് വ്യൂ അത് എങ്ങനെയാണ്, അവരെങ്ങോട്ടേക്കാണ് അവരുടെ വ്യൂ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഇതുപോലെ ഈ ഗ്രാഫിക്കലി റെപ്രസെൻറ്റേഷൻ ചെയ്തൊക്കെ കിട്ടും. അതേസമയം നമുക്ക് ഇവിടെ അത് കറക്റ്റായിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഈ കോളത്തിൽ അതിങ്ങനെ കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ അവരുടെ പൊസിഷൻസ് അവർ എക്സിറ്റ് ചെയ്ത് പോയതുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുണ്ട് കണ്ടോ ചേഞ്ച് ഇൻ. പക്ഷേ ഇത് നമുക്ക് നോക്കി ഇതെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഇത് സെൻസിബിളും ഇവരെല്ലാവരും ഇത് തരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, ഞാനിത് കാണിച്ചു തരാം. ഇത് ഇൻസ്റ്റാ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ കണ്ടോ, അതിൻ്റെ അകത്ത് നമുക്ക് കാണിച്ചു തരാം. കേട്ടോ, ഓപ്ഷൻ ചെയിൻ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ചെയിൻ മറ്റേ വീഡിയോ അത് കാണിച്ചിട്ടുണ്ട്. കേട്ടോ, ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. കേട്ടോ, ഇത് നമ്മുടെ കറണ്ട് എവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ള സ്ട്രൈക്ക് പ്രൈസും കറണ്ട് ഇതാണ്. ഇവിടെ കണ്ടോ, ആ ചേഞ്ച് ഇൻ ഓയുടെ ഡീറ്റെയിൽസ് എത്രമാത്രം അതിന് ഡെപ്ത് ഉണ്ട്, എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെയും കാണിച്ചു തന്നിട്ടുണ്ട്. കേട്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഓപ്ഷൻ കമ്പാരിസൺ എന്നുള്ള ഇതെടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ചേഞ്ച് ഇൻ ഒ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മറ്റേത് നമുക്ക് ഇവിടെ കുറച്ചും കൂടെ ഗ്രാഫിക്കലായിട്ട് നമുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് 47,900 ഇത്ര പേര് ഇവിടുന്ന് എക്സൈറ്റായി പോയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഇവർ പുഷ് ചെയ്ത് മാർക്കറ്റ് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടെ ആയപ്പോഴത്തേനും ഇവർ തമ്മിലൊരു നല്ല കടുത്ത യുദ്ധത്തിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഏകദേശ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കണ്ടോ, ഇപ്പോൾ 48,200 48,200 ഇവരുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇവരുടെ പൊസിഷൻസ് വളരെ കുറവാണ്. പക്ഷേ ഇവരിങ്ങോട്ടേക്ക് മാർക്കറ്റ് കയറ്റിവിടാനായിട്ട് അവർക്ക് ഉദ്ദേശമില്ല. പക്ഷേ നാളെ ഗ്യാപ്പ് ഓപ്പണിങ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ അപ്പം അത് അന്നേരത്തെ ഓപ്പൺ ഇൻട്രസ്റ്റും ഇവരുടെ പൊസിഷനെ നമുക്ക് ഈ ഗ്രാഫിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴാണ് അവിടെ വെച്ച് നമ്മൾ ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അത് ചാർട്ടിനകത്ത് നമുക്ക് ഇതുണ്ട്. ആ സ്ട്രൈക്ക് ഏത് സ്ട്രൈക്കിലാണുള്ളത് അവിടുത്തെ നമുക്ക് അവിടുത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏത് രീതിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇത് നമുക്ക് ഫയേഴ്സിൻ്റെ ആയതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ സെൻസിബിളിനും ഉണ്ട്, സെൻസിബിളിനെ വളരെ നല്ലതായിട്ട് നെറ്റ് ഇച്ചിരി സ്പീഡാണ്. അപ്പം അങ്ങനെ പല ഇത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്തെടുക്കാം. പക്ഷെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനാണെങ്കിൽ കണ്ടപ്പോൾ നമ്മൾ
ഇതിൽ നിന്ന് നമ്മൾ ഒന്നും അതിൻ്റെ കാര്യമില്ല. കാരണം ടോട്ടൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോഴത്തെ ടോട്ടലായിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ആണോ അത് നമുക്ക് കറക്റ്റായിട്ട് അതിലെങ്ങനെയാണ് അതിൽ കോളാണ് കൂടുതലായിട്ട്. അത് മാർക്കറ്റ് മുകളിലേക്ക് കയറ്റി വിടില്ല, ഞങ്ങൾ കയറ്റി വിടില്ല എന്നുള്ള ഒരു സെറ്റപ്പിലാണ് അവർ റെസിസ്റ്റൻസ് പോലെ കണ്ട അവരിങ്ങനെ തീർത്ത് വെച്ചേക്കണം. പക്ഷേ അവരുടെ ഒപ്പം തന്നെ ഗ്രാജുവലായിട്ട് ഇവരും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവർ ഡിക്രീസിങ് അല്ല, ഇവർ ഇൻക്രീസ് ചെയ്താണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ചില കൺഫർമേഷൻസ് എന്നത് മാത്രമാണ് നമുക്ക് ഇത് വെച്ച് ഇത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഇത് നമുക്കൊരു ക്ലിയർ കട്ടായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് തരില്ല. പക്ഷേ നമുക്ക് ഇതൊക്കെ വെച്ച് നമ്മുടേതായ ആ സെറ്റപ്പിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കാം അതിൻ്റെ രീതി എന്നുള്ളതാണ്. കാണാം ഇതിൻ്റെ അത് ഈ സൈറ്റിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് അവർ ലൈവായിട്ട് ഡേറ്റ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഫ്രീ ആയതുകൊണ്ട് ഞാനത് അത്രയും യൂസ് ചെയ്യാറില്ല. പക്ഷേ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ കണ്ടോ ഇവരുടെ പൊസിഷൻസ് ഇവർ താഴത്തേക്ക് അങ്ങോട്ടേക്ക് വിടില്ല, ഇവർ ഇങ്ങോട്ടേക്ക് വിടില്ല എന്നുള്ള ശക്തമായ ഒരു തള്ളി നിൽക്കുകയാണ്. നമുക്കിതെപ്പോഴാണ് പ്രയോജനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് ഈ ഭാഗത്ത് ഉള്ളവർ ട്രാപ്പിലാണ്, അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ളവർ ട്രാപ്പിലേക്കാണ്. അപ്പോൾ ട്രാപ്പിലേക്കാണ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സെൻറ്റിമെൻറ്റ്സ് മാറണം. സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞാൽ നമ്മൾ റീറ്റെയിലർമാർക്ക് നമുക്ക് താഴത്തേക്കാണോ പോകണമെന്ന് ഉള്ള ഇതാണ്. അപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ 3 പൊസിഷൻ, ഇത് 1 ഇത് 2 ഇങ്ങനെ 2 പൊസിഷനാണ്. മൂന്നാമതൊരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്കാണോ തള്ളുന്നത് അങ്ങോട്ടേക്ക് സെൻറ്റിമെൻറ്റ്സ് അത് നമ്മൾ റീറ്റെയിൽമാരെല്ലാം ആ ഒരു സെറ്റപ്പിലാണ് വയ്ക്കുന്നത്. അപ്പം നമ്മളുടെ പ്രഷറും കൂടെ ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇവർക്ക് ഇത് പിടിച്ചു നിർത്താൻ പറ്റാണ്ട് വരും. ചിലപ്പോൾ മാർക്കറ്റ് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇവർ തന്നെ കുറച്ചും കൂടി അതായത് നഷ്ടം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഡബിൾ പൊസിഷൻസ് എടുക്കും. അങ്ങനെയാണ് ഈ ഷോർട്ട് കവറിങ്, ലോങ് അൺവൈൻഡിങ് എന്നൊക്കെ പറഞ്ഞ ഓരോ പരിപാടികൾ സംഭവിക്കുന്നത്. അവിടെ നമ്മുടെ പൊസിഷൻസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവിടെ നമുക്കൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ടുള്ള പരിപാടികൾ. അതാണ് നമ്മൾ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്കത് ഇങ്ങനെ പല ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അല്ല, നമ്മുടേതായ ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വരാനായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ബ്രേക്ക് ഔട്ടിനുള്ള ഇപ്പോൾ നാളത്തെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് രീതിയിലാണ്. അപ്പോൾ ബ്രേക്ക് ഔട്ട് രീതിയിലായി കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ആകാം, അല്ലെങ്കിൽ ഒന്നിലേക്ക് താഴത്തേക്ക് ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ മേളിലേക്ക് ബ്രേക്ക് ഔട്ടോ, ഇങ്ങനെ 2 കണ്ടീഷൻസിലേക്ക് ഈ മാർക്കറ്റ് വരികയുള്ളൂ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാർക്കറ്റ് ഇപ്പോൾ അവർക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഭാഗത്തേക്ക് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മാറുന്നതനുസരിച്ച് ബാക്കി ഉള്ളവർ ഇവർ ട്രാപ്പായി പോകുന്നതനുസരിച്ച് മാർക്കറ്റ് അങ്ങോട്ടേക്ക് പട്ടപെട്ടാന്ന് പൊട്ടും. അതാണ് ഈ ബ്രേക്ക് ഔട്ടിൽ പെട്ടെന്ന് മാർക്കറ്റ് ഇങ്ങനെ പൊട്ടുന്നത്. അതുപോലെ തന്നെയാണ് ബ്രേക്ക് ഡൗണിൽ മാർക്കറ്റ് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടേക്കൊരു മൂവ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഓപ്ഷൻ ചെയിൻ വെച്ച് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത്. അപ്പം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത്ര സപ്പോർട്ട് ചെയ്യുക, അത്രയാണ്.